വേനലിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കണ്ടോ, ഇതാണ് കുങ്കിച്ചിറ. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ചുറ്റും കാടാണ്. ആ പച്ചപ്പിൻ്റെ ഒരു ബാക്കി പത്രം കൂടിയാണ് ഇത്രയും വെള്ളം ഈ കാലാവസ്ഥയിലും നിലനിൽക്കുന്നത്. ഇതിനോട് ചേർന്നൊരു മ്യൂസിയവും ഉണ്ട്. ഇതിൻ്റെ നടുക്കൊരു പ്രതിമ കണ്ടോ, ഇതാണ് കൊടുമല കുങ്കി. വടക്കൻ പാട്ടിലൊക്കെ ഉണ്ടായിരുന്നൊരു വനിതയാണ്, ഒരു നാടുവാഴിയുടെ മകളായിരുന്നു എന്ന് പറയുന്നു. അവരാണ് ഈ ചിറ പണിതതെന്നാണ് ഐതിഹ്യം. അവരുടെ പ്രതിമയാണുള്ളത്. മറ്റൊന്ന്, പഴശ്ശിരാജാവ് കുറ്റ്യാടി ചുരം വഴി വയനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പട്ടാളം വിശ്രമിച്ചത് ഈ ചിറയുടെ കരയ്ക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ കൂടിക്കലർന്ന ഒരു മണ്ണാണ് കുങ്കിച്ചിറയുടേത്. ഇതിപ്പോൾ ഒരു ടൂറിസം കേന്ദ്രമാണ്. പക്ഷേ അധികം ആർക്കും ഈ കേന്ദ്രത്തെ പറ്റി വലിയൊരു അറിവില്ല എന്നുള്ളതാണ്. മൂന്ന് ഭാഗവും മഴക്കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് കുങ്കിച്ചിറ. അതുകൊണ്ട് ഒരിക്കലും വെള്ളം വറ്റാറില്ല. വടക്കൻ പാട്ടുകളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന കൊടുമല കുങ്കിയാണ് ഈ ചിറ നിർമ്മിച്ചതെന്നാണ് കരുതുന്നത്. പുരാതന കാലത്ത് കർണാടകയിൽ നിന്ന് പടിഞ്ഞാറൻ കടൽ തീരത്തേക്കുള്ള സഞ്ചാരപാത ഇതുവഴി കടന്നുപോയിരുന്നതായി ചരിത്രത്തിൽ സൂചനകളുണ്ട്. പഴശ്ശിരാജാവിന്റെ പടയോട്ടങ്ങളിലും കുങ്കിച്ചിറ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. കുങ്കിച്ചിറയുടെ കരയിലുള്ള മ്യൂസിയമാണിത്. അടുത്ത കാലത്താണ് ഇത് ഈ പ്രവർത്തനം ആരംഭിച്ചത്. പൂർണ്ണ തോതിൽ സജ്ജമായിട്ടില്ല ഇപ്പോഴും. എന്നാലും വയനാടിൻ്റെ ഗോത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ പങ്കുവെക്കുന്ന ഒരു മ്യൂസിയമാണിത്. ആദിവാസി സമൂഹവുമായൊക്കെ ബന്ധപ്പെട്ട കാർഷികോപകരണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാനും മനസ്സിലാക്കാനുമുണ്ട്. സംസ്ഥാന മ്യൂസിയം മൃഗശാല വകുപ്പാണ് മനോഹരമായ ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. വയനാടിൻ്റെ കാർഷിക പാരമ്പര്യം, ഗോത്ര സംസ്കാരത്തിൻ്റെ നേർക്കാഴ്ചകൾ, പോരാട്ട ചരിത്രത്തിൻ്റെ നാൾവഴികൾ എല്ലാം പരിചയപ്പെടുത്തുന്നു ഇവിടെ. വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ഉത്സവങ്ങൾ, ആചാരങ്ങൾ, വേട്ടയ്ക്കും കൃഷിക്കും ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ എല്ലാം കണ്ടും വായിച്ചും മനസ്സിലാക്കാം. പഴശ്ശി പോരാട്ട ചരിത്രവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾ ഈ നാടിൻ്റെ ചരിത്രവും സംസ്കാരവും അറിയാൻ നിർബന്ധമായി സന്ദർശിക്കേണ്ട ഇടങ്ങളാണ് കുങ്കിച്ചിറയും ഈ മ്യൂസിയവും. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.